കോന്നിക്കോടിലെ 19-കാരി ഗായത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ് നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഒരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എന്ന ബോർഡും വെച്ച് ഇവിടെ ഒരു ട്രെയിനർ കാണിച്ച തോന്നിവാസം ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ്. മുറിഞ്ഞകൽ സ്വദേശി 19 വയസ്സുകാരി ഗായത്രി എന്ന് പറയുന്ന ഒരു കുട്ടി ഇന്നലെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആ കുട്ടിയുടെ അമ്മ പുറത്തുവിട്ട ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പം ഒരു വീഡിയോ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, നല്ല രീതിയിൽ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ദ്രോണ ഡിഫൻസ് എന്നുള്ള പേര്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കരുനാഗപ്പള്ളിലാണ്. ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പേര്. എന്റെ പേര് സുഭാഷ്. 2017 ആർമി റിട്ടയർഡ് ആയ വ്യക്തിയാണ്. ദ്രോണ ഡിഫൻസ് അക്കാദമി അടൂര്, പത്തനംതിട്ട അടൂരിൽ വളരെ മെച്ചപരമായ ഒരു പ്രശ്നമാണ് ഒരു പെൺകുട്ടിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് നമുക്ക് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നത്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ കോഴ്സുകൾ 5 തരം ആർമി ഓഫീസേഴ്സിന്റെ കോഴ്സാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ഓഫീസറാണ് ഇതിനുള്ള മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. അത് പ്രകാരം ഒരു കാരണവശാലും ഒരു അവിടുത്തെ എഫക്റ്റീവ് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരികയും ചെയ്യരുത്. കാരണം വളരെ സത്യസന്ധമായി ആർമി റിട്ടയർഡായ ഒരു വ്യക്തിയാണ് ഞാൻ. 17 മുതൽ ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വളരെ കൂടുതൽ ഉള്ള ഒരു സ്ഥാപനമാണ് ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരുനാഗപ്പള്ളിയുടെ. അന്നേരം ഒരു കാരണവശാലും നമുക്ക് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം തെറ്റിദ്ധാരണ ഒരു കാരണവശാലും വരരുത്. ദ്രോണ ഡിഫൻസ് അക്കാദമി അടൂര്, പത്തനംതിട്ടയിലാണ് ഈ ഒരു സംഭവം പെൺകുട്ടിയുടെ നടന്നിരിക്കുന്നത്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്ന് അറിയില്ല. അത് പോലീസ് കണ്ടുപിടിച്ചോളാം, അവരുടെ ജോലിയാണ്, പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിന്റെ പേരിൽ നമ്മള് ഈ കേരളത്തില് ഒറ്റയൊരു സ്ഥാപനമേ ഉള്ളൂ, ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 5 ആർമിയുടെ ഓഫീസേഴ്സിന്റെ, എന്റെ ക്ലാസ് NDA, CDS, MNS, അഫ്കാറ്റ്, IMU ഈ ഓഫീസേഴ്സിന്റെ ക്ലാസ് ആണ് മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും ധാരാളമായി എനിക്കുണ്ട്. ഇതുവരെ ഒരു പ്രശ്നങ്ങൾ എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല, ഇനി ഒട്ട് ഉണ്ടാകത്തുമില്ല. ഇത് ഒന്നറിയാൻ വേണ്ടി മാത്രമാണ് ഇടുന്നത്. ഓക്കെ, എന്റെ നമ്പരും അടിയിൽ കൊടുത്തിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. എല്ലാത്തിനും തൃപ്തികരമായ ഒരു മറുപടി തന്നെ ആയിരിക്കും തരുന്നത്. കാരണം ഒരു 3 ദിവസമായി നമ്മുടെ കേരളത്തില് ഈ അടൂര് പത്തനംതിട്ടയുടെ സൈനികൻ എന്ന ലേബലിലാണ് പോകുന്നത്. അതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റെ പേരിൽ തന്നെയാണ്. ഇത്രയുള്ള വ്യത്യാസം. ദ്രോണ ഡിഫൻസ് അക്കാദമിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമ്മുടെ ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരുനാഗപ്പള്ളിലാണ് എന്റെ സ്ഥാപനം. അതുകൊണ്ട് ആ വേർതിരിവൊന്ന് മനസ്സിലാക്കി എല്ലാവരും പോകണമെന്നുള്ളൊരു അപേക്ഷയേ ഉള്ളൂ. കാരണം വളരെ പ്രയാസപ്പെട്ടാണ് ഈ ഒരു ഉയർച്ചയിലേക്ക് ഞാൻ എത്തിയിരുന്നത്. ഇത്രയും കോഴ്സ് കൊടുക്കാനുള്ള കാര്യവും പിന്നെ ആൺകുട്ടികളായാലും പെൺകുട്ടികളും വളരെ കൂടുതൽ എനിക്കുണ്ട്. കറക്റ്റ് പ്രൊസീജിയർ തന്നെയാണ് പോകുന്നത്. പെൺകുട്ടികൾ ധാരാളം ഉണ്ട് എന്റെ അടുത്ത്. ഇതുവരെ ഒരു അൺബിഹേവ് ഈ ദ്രോണയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കാരണം നിങ്ങൾ ഒരു കാരണവശാലും ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആ രീതിയിൽ കാണുക. നിങ്ങളുടെ കൂടെ തന്നെ എന്നും ദ്രോണ ഡിഫൻസ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പാലക്കാട് വരെയുള്ള കുട്ടികളാണ് എന്റെ അടുത്ത് വന്ന് ഇന്ന് പഠിക്കുന്നത്. അതിന്റെ റിവ്യൂ ഞാൻ പുറകെ തന്നെ ഇടുന്നതായിരിക്കും, പെൺകുട്ടികളുടെ റിവ്യൂ. ഓക്കെ, താങ്ക് യു.